കറക്റ്റ് സർവീസാണ്. എല്ലാ കൊല്ലം വണ്ടി ഓടിയില്ല, എല്ലാ കൊല്ലം സർവീസ് ഉണ്ട്. 26,000 കിലോമീറ്റർ കേട്ടോ, 26,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ വണ്ടി. പിന്നെ ഷോറൂം വാറണ്ടി അവൈലബിൾ ആണ്. അതിന് വാറണ്ടിയിൽ മാറിയ സെൻസറാണിത്. ഒരു 69,000 ഒരു 70,000 രൂപേൻ്റെ അടുത്തിൽ ഡൗൺ പേയ്മെന്റ് ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 2015 കാലഘട്ടത്തിലാണ് ഇന്നോവൻ്റെ ലാസ്റ്റ് മോഡൽ ഇറങ്ങുന്നത്. ആ ടൈമിൽ ഇന്നോവൻ്റെ ക്രിസ്റ്റ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അന്നാണ് നമ്മളെ വീട്ടിൽ ഫസ്റ്റിലൊരു 2015 G4 വൈറ്റ് കളർ ഇന്നോവ ഒരു 4 വണ്ടി ഇറക്കിയത്. അന്ന് ഉപ്പാൻ്റെ ഭയങ്കര നിർബന്ധം കൊണ്ടാണ് ഇറക്കിയത്. അന്ന് കുറേ ക്രിസ്റ്റയൊക്കെ മാറ്റാൻ നോക്കി, പക്ഷേ അതൊന്നും പറ്റിയില്ല. അന്ന് ഇന്നോവ നമ്മൾ ഉറപ്പിച്ച് അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റിൽ വണ്ടി നമ്മൾ 4 വണ്ടി നമ്മൾ വീട്ടിൽ ഇറക്കണത് കേട്ടോ. 2015 മോഡലിന് ഒരു വൈറ്റ് കളർ വണ്ടി. അത് ഏകദേശം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം വീട്ടിൽ എനിക്കൊന്നും ഓടിക്കാൻ കഴിയില്ല. ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്, പിന്നെ ബ്രദറുള്ളത്, ഓനിവിടെ ബാംഗ്ലൂർ പഠിക്കല്. അന്ന് ഓടിക്കാൻ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടും ഡീസൽ വണ്ടി ആയതുകൊണ്ടും നിർത്തേണ്ട ഒക്കെ ഗൾഫാരാണ്, ഒക്കെ വീട്ടിലെല്ലാവരും ഗൾഫാരാണ്. പിന്നെ അന്ന് കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതൊക്കെ ഗൾഫാരൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിർത്തുന്നില്ല. പിന്നെ എന്നാൽ കൊടുക്കുന്നതിൻ്റെ മൈൻഡിലേക്ക് വന്ന് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തത്. അന്ന് ആ വണ്ടി എത്ര ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 20,000 അടിയിലെറ്റേനോ ഓടിയില്ല. 20,000 ഒരു 13-15. അതന്നെ വീട്ടിൽ ഇപ്പോൾ വരുമ്പോൾ മാത്രം 3 കൊല്ലത്തിൽ വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രം ഓടിക്കലുള്ളൂ. പറയാം ഞാൻ ഓടിക്കലില്ല, ഒന്നും ഓടിക്കാനും കഴിയില്ല, അറിയില്ല, ചെറിയ വീട്ടിലെ. പിന്നെ ഏകദേശം ഒരു 21 ടൈം ആയപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ വണ്ടി എടുക്കുക എന്നുള്ളൊരു പ്ലാനിക്ക് വന്ന്. ചെറിയത് 5 സീറ്റർ മതി, വീട്ടിൽ അധികം ആളൊന്നുമില്ല, വാപ്പ ഗൾഫിലാണ്, ബ്രദർ ബാംഗ്ലൂരാണ്, പിന്നെ ഞാൻ ഓടിച്ച് പഠിക്കുന്ന ടൈമാണ്. പിന്നെ അപ്പോൾ ഒരു 5 സീറ്റർ വണ്ടി മതി എന്നുള്ള തീരുമാനം വന്നത്. അങ്ങനെ 2021 നമ്മൾ ഷോറൂമിൽ പോയി, ഇവിടെ നിലമ്പൂർ ഷോറൂമിൽ, സുസുക്കിൻ്റെ ഷോറൂമിൽ പോയി എടുത്തൊരു വണ്ടിയാണിത്. 2021 മോഡൽ VXi റെഡ് കളർ ബ്രിസ 1.5 ലിറ്റർ. ഓക്കെ, അത് ഇന്ന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്നിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടീൻ്റെ ആവശ്യമില്ല, കാരണം അത്രയും വണ്ടികൾ നമ്മൾ വീട്ടിലുണ്ട്, നമുക്ക് വണ്ടി ഏത് വണ്ടി അയച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൊടുക്കുക, അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് വണ്ടിയിലോട്ട് ഇറക്കുക എന്നുള്ള ഒരു പ്ലാനിൽ വന്നു. അങ്ങനെ നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്ത് ഇത് കൊടുക്കാനുള്ള പ്ലാനിക്ക്. അപ്പോൾ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല. കാരണം അത് മാത്രമേ നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. വണ്ടി കറക്റ്റ് സർവീസാണ്. എല്ലാ കൊല്ലം വണ്ടി ഓടിയില്ല, എല്ലാ കൊല്ലം സർവീസ് ഉണ്ട്. പിന്നെ ആക്സിഡൻ്റൊന്നും കാര്യങ്ങളും പറ്റാൻ വണ്ടി ഇറങ്ങല്ല റോട്ടിക്ക്. ഓക്കെ, ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ ചെറിയ ടൈലൈറ്റ് ഞാൻ കാണിച്ചിടാം, കമ്പനി തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2021 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 25,000 കിലോമീറ്റർ ഓടിയുണ്ട്, VXi പെട്രോൾ എഞ്ചിൻ വരുന്നതാണ്, 1.5 ലിറ്റർ. ഓക്കെ, ഒരു 6,000 RPM 138 Nm ടോർക്കും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡ് എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസിൻ്റെ വണ്ടി തന്നെയാണത്. മൈലേജിൻ്റെ കാര്യത്തിനും കുറവില്ല, VXi പെട്രോളാണ്. പിന്നെ കമ്പനി ആവശ്യപ്പെടുന്നത് ഒരു 18 കിലോമീറ്ററൊക്കെയാണ്, നമുക്കൊരു 14-15 കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ടയർ ബാഗും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു ഹാഫ് കട്ട കമ്പനി ടയറും കാര്യങ്ങൾ തന്നെയാണ്. കമ്പനിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതിമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവർ അതുപോലെ ക്രോം കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് കമ്പനി തന്നെ ചെയ്താണ്, പുറത്തുനിന്ന് നമ്മൾ അഡീഷണലി ഒന്നും ചെയ്തിട്ടില്ല. വണ്ടീൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കോ, അത്രയും ക്ലീൻ സ്പെക്ക് തന്നെ പറയാം. കാരണം വണ്ടി പൊടി പിടിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഡള്ളാവാനോ ഫെയ്ഡ് ആവാനോ ഒന്നിനും ആയിട്ടില്ല, ടൈമായില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മളൊന്നും പൊട്ടിയിടാനോ ഒന്നിനും നിന്നിട്ടില്ല. കമ്പനി പെയിൻറ്റിനാണ് വണ്ടിയുമുള്ളത്. ഒരു കാര്യം നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടോ ഇല്ല, ഒന്നും ചെയ്യാൻ നിന്നിട്ടുമില്ല. എൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ അങ്ങനെയാണ്. ഇവിടെ ഒരു DRL LED DRLും കാര്യങ്ങളും, പിന്നെ ഒരു ക്രോം ഫിനിഷിൽ വരുന്ന ഗ്രില്ലും, അങ്ങനെ മൊത്തത്തിലൊരു ലുക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെൻഡറൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സൈഡ് ബീഡിങ് നിക്കിളിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടണൊക്കെ വരുന്ന വണ്ടി കേട്ടോ, പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇതാണ് മൊത്തത്തിൽ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇൻറ്റീരിയർ കാണിക്കാം. ഇൻറ്റീരിയർ ഭാഗം നോക്കിക്കോളി കേട്ടോ. വണ്ടീൻ്റെ ഇൻറ്റീരിയർ അത്രയും നീറ്റ് പറഞ്ഞാൽ ഇത് നമ്മൾ എക്സ്ട്രാ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യിപ്പിച്ച ബ്രിസൻ്റെ ഒരു സീറ്റ് കവറും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മാനുവലാണ്, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമ്പനി സെറ്റ് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ മീറ്റർ കാര്യങ്ങൾ ജസ്റ്റ് പുഷ് ബട്ടൺ കീ എടുക്കട്ടെ, ഒരു മിനിറ്റ്. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. 26,000 കിലോമീറ്റർ കേട്ടോ, 26,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, ഇനി ബാക്ക് പ്രൊഫൈൽ വരികയാണെങ്കിൽ 5 സീറ്റർ വണ്ടിയാണ്, SUV കോമ്പാക്ട് XUV എന്ന് പറയാം അല്ലേ. ഓക്കെ, 5 സീറ്റർ വണ്ടിയാണ്. ഇൻറ്റീരിയർ ഒന്നും പറയാനില്ല, കാരണം യൂസബിൾ അല്ല വണ്ടീൻ്റെ. ഓക്കെ, ഇതാണ് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു ടൈൽ ലൈറ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ റീപ്ലേസ് ചെയ്താണ്. കമ്പനി ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ വേറെ ഒരു പ്രശ്നമില്ല, ധൈര്യം ജസ്റ്റ് എടുക്കുക. പിന്നെ ഷോറൂം വാറണ്ടി അവൈലബിൾ ആണ്, അതിന് വാറണ്ടിയിൽ മാറിയ സെൻസറാണിത്. സെൻസർ വരെ പ്രശ്നമെങ്കിൽ വാറണ്ടിയിൽ പോയി മാറും. ഓക്കെ, അത്ര അടിപൊളി വണ്ടിയാണ്. ഇനിയും വാറണ്ടി ബാക്കിയുണ്ട്, ഇൻഷുറൻസ് റിമൈനിങ് ആണ്, എല്ലാം ബാക്കിയുണ്ട്. ഓക്കെ, ഇതൊക്കെ നോക്കിക്കോളി, അത്രയും പക്കാ ക്ലീൻ സ്പെക്ക്, ടോപ്പും കാര്യങ്ങളെല്ലാം നോക്കിക്കോളി. ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു
ഡെൻ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെയും ചെറിയ ഡെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വണ്ടീൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരു കണ്ടീഷനാണ്. ഇനി എൻജിൻ റൂം അവിടെ കാണിച്ചു തരാം. ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, ഡെയിലി അല്ല നമ്മൾ എടുക്കല്ലേ വണ്ടി, അതാണ് ഓടാത്ത വണ്ടി. നമ്മളെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി, നമ്മൾ കൊടുക്കുന്ന വണ്ടീൻ്റെ ക്വാളിറ്റിയിലേറെ എത്രയോ ഉണ്ടാവും നിങ്ങൾക്കറിയാം. ഓക്കെ, മനസ്സിലായോ? അതാണ് നമ്മൾ വണ്ടീൻ്റെ ഒരു എൻജിൻ റൂം കാര്യങ്ങളൊക്കെ. 1.5 ലിറ്റർ എഞ്ചിനാണ്. ഓക്കെ, 6000 RPM, 138 എന്നെ ടോർക്കും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. കിട്ടില്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അപ്പം ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ ഫൈനൽ നെറ്റ് പ്രൈസ് 8,29,000 റുപ്യക്ക് എനിക്ക് തരാൻ പറ്റും. ഒരു 69,000 ഒരു 70,000 രൂപേൻ്റെ അടുത്തിൽ ഡൗൺ പേയ്മെൻറ്റ് ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഫിനാൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം കയറും. ട്രാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ അതിലാറെ കയറും. അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യേണ്ടത്, നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. എടുത്തിട്ട് വിളിക്കുക, അല്ല കിടിലം വണ്ടി നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഒരു പ്രശ്നമുള്ള ധൈര്യമായിട്ട് കൊണ്ടുപോയി, എൻ്റെ ഗ്യാരണ്ടിയിൽ കൊണ്ടുപോയിക്കോളി. കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇത്രയും വണ്ടി യൂസ് ചെയ്യാണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യം, യൂസ് ചെയ്യാതെ നശിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് കീ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ കീ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ കീയും കാര്യങ്ങളും ഇങ്ങനെ കിട്ടും. പിന്നെ ഡോറിൽ ഇതുണ്ട്, പുഷ് ബട്ടണും സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിക്ക്. അപ്പോൾ താല്പര്യമില്ലല്ലേ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നമ്മൾ ഇത് സ്പെഷ്യലി കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ട് വിളിക്കുക. ആവശ്യക്കാരുണ്ടാവും. നിങ്ങൾക്കറിയാം 5 സീറ്റർ XUV കോമ്പാക്ട് XUV ആണ്. താല്പര്യമുള്ള വിളിക്കാം കേട്ടോ. ഓക്കെ.